നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ. ലോകത്തെയാകെ പിടിച്ചുലച്ച മൈക്രോസോഫ്റ്റിന്റെ സെക്യൂരിറ്റി വീഴ്ചകൾ ബ്രിട്ടനിൽ ഏറ്റവും അധികം ബാധിച്ചത് NHSന്റെ പ്രവർത്തനങ്ങളെ. GP സർജറികളുടെയും ഫാർമസികളുടെയും പ്രവർത്തനം അടുത്തയാഴ്ചയും സാധാരണ നിലയിൽ ആയേക്കില്ലെന്ന മുന്നറിയിപ്പാണ് NHS ഇംഗ്ലണ്ട് നൽകുന്നത്. വെസ്റ്റ് യോർഷെയറിൽ ഞായറാഴ്ച നടന്ന വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേരടക്കം 6 പേർക്ക് ദാരുണാന്ത്യം. ഷെയ്ൻ റോള്, ഭാര്യ ഷെനീൻ മോർഗൻ, അവരുടെ മക്കളായ 9 വയസ്സുകാരി റൂബി, 4 വയസ്സുകാരി ലില്ലി എന്നിവരാണ് മരിച്ചത്. UAEയിൽ സന്ദർശക വിസയോടൊപ്പം ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കൂടി ലഭ്യമാക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ച് ICPയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വഴി സന്ദർശക വിസയ്ക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കൂടി ലഭ്യമാവുന്ന തരത്തിലാണ് പദ്ധതി നടപ്പിലാക്കുക. കാനഡയിലെ എഡ്മോഷനിൽ ഹിന്ദു ക്ഷേത്രം തകർത്തു. ചുമരുകളിൽ ഗ്രാഫിറ്റി ഉപയോഗിച്ച് പെയിന്റ് ചെയ്തിട്ടുമുണ്ട്. ബാബ്സ്വാമി നാരായൺ ക്ഷേത്രത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. US പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുവാനുള്ള നിർണായക തീരുമാനം പ്രസിഡന്റ് ജോ ബൈഡൻ എടുത്തത് 1 മിനിറ്റ് ദൈർഘ്യത്തിലെന്ന് റിപ്പോർട്ട്. മത്സരത്തിൽ തുടരാൻ ബൈഡന് പദ്ധതി ഉണ്ടായിരുന്നുവെങ്കിലും ഡെമോക്രാറ്റുകളിൽ പലരും അദ്ദേഹത്തിന്റെ പിന്മാറ്റത്തിന് സമ്മർദ്ദം ചെലുത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ലോക്സഭയിൽ ഭരണ പ്രതിപക്ഷ പോര്. രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായം തട്ടിപ്പിലേക്ക് മാറിയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ബജറ്റ് സമ്മേളനം സർഗാത്മകമായിരിക്കുമെന്നും ജനങ്ങളുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് ഒന്നിച്ചു നീങ്ങണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മോദി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ സമാന്തര നീക്കം ശക്തമാക്കി ചാണ്ടി ഉമ്മൻ. ഔട്ട്റീച്ച് സെല്ലിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കിയതാണ് നേതൃത്വത്തിനെതിരെ നീങ്ങാൻ കാരണം. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ബാധിച്ച് ചികിത്സയിലായിരുന്ന 14 വയസ്സുകാരന്റെ ജീവൻ രക്ഷിക്കാനായതിൽ അഭിമാനത്തിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി. രോഗം നേരത്തെ തിരിച്ചറിയാൻ സാധിച്ചതാണ് കുട്ടിയെ രക്ഷിക്കാൻ സഹായിച്ചതെന്ന് ഡോക്ടർ അബ്ദുൾ റൌഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സോടെ അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഗോൾ കീപ്പർ PR ശ്രീജേഷ് സാമൂഹിക മാധ്യമമായ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത്. ഇതോടെ 10 പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.